ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കണ്ണുകളടച്ച് രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ ശ്രവിക്കുവാൻ പോകുന്നത്. ബൈബിളൊരു വചനം വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും അപസ്മാര രോഗികളെയും അവൻ സുഖപ്പെടുത്തി. അവനെ നോക്കിയവർ പ്രകാശിതരായി, അവനെ തൊട്ടവർ സുഖം പ്രാപിച്ചു. കർത്താവായ ഈശോയെ വിവിധ ഭൂഖണ്ഡങ്ങളിലിരുന്നു കൊണ്ട്, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട്, ആസ്പത്രിയിലും വീടുകളിലും അനാഥ മന്ദിരങ്ങളിലും അഗതികളുടെ മന്ദിരങ്ങളിലും ഇരുന്നു കൊണ്ട് ഇപ്പോൾ വചനം ശ്രവിക്കുവാൻ പോകുന്ന എല്ലാ രോഗികളെയും പ്രേക്ഷകരെയും ശ്രോതാക്കളെയും ആശീർവദിക്കണമേ. തിരുവചനത്തിലൂടെ കർത്താവായ യേശുവാണ് വൈദ്യന്മാരിൽ വെച്ച് ഏറ്റവും വലിയ വൈദ്യനെന്നും ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്നും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്നേ ദിവസം എല്ലാ ഡോക്ടേഴ്സിനു വേണ്ടി, നേഴ്സസിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ ആസ്പത്രികളിൽ കഴിയുന്ന രോഗികളെയും വെന്റിലേറ്ററിലും ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലും NICUയിലായിരിക്കുന്നവരെയും ഇന്ന് നടക്കുന്ന എല്ലാ ഓപ്പറേഷനെയും അവിടെ നേറ്റെടുക്കണമേ. കർത്താവായ ഈശോയെ, വൈദ്യന്മാരുടെ വൈദ്യനായ ഈശോയെ, അകലങ്ങളുടെ മേൽ അധികാരമുള്ള ഈശോയെ ആശീർവദിക്കണമേ. ആമേൻ. സൗഖ്യദായകനായ ഈശോയിൽ എത്രയും വാത്സല്യമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇന്നിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും നന്മകളും നേരുന്നു. വളരെ വിശേഷിച്ച് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം, വൈദ്യന്മാരുടെ വൈദ്യനാണ് ഈശോ. ഈശോയ്ക്ക് സുഖപ്പെടുത്താൻ പറ്റാത്ത ഒറ്റ രോഗങ്ങളുമില്ല. നമ്മൾ ഇന്ന് ക്ലോണിങ് യുഗത്തിലാണ്. അത്യാധുനിക രീതിയിലുള്ള മരുന്നുകളൊക്കെയായി, സ്പെഷ്യലൈസേഷനായി, തലനാരിഴ തുടങ്ങി ഉള്ളംകാല് വരെ സ്പെഷ്യലൈസേഷൻസാണ്. ഇന്ന് ഒത്തിരി ചികിത്സകളുണ്ട്. അതിനെ തെറാപ്പി എന്ന് പറയും. പലതരം തെറാപ്പികളാണ്. സ്പോണ്ടിലോ തെറാപ്പി, മാസോ തെറാപ്പി, ഹിപ്നോ തെറാപ്പി, ക്രോമോ തെറാപ്പി, ഫിസിയോതെറാപ്പി, ഓയിൽ തെറാപ്പി, ഹൈഡ്രോ തെറാപ്പി, വാട്ടർ തെറാപ്പി, കീമോതെറാപ്പി, ഇങ്ങനെ ധാരാളം ചികിത്സകളുണ്ട്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രിസ്റ്റോ തെറാപ്പി, ക്രിസ്റ്റു ചികിത്സയാണ്. ഏറ്റവും വലിയ തെറാപ്പിസ്റ്റാണ്, വൈദ്യന്മാരുടെ വൈദ്യനാണ് ഈശോ. ആ ഈശോ എങ്ങനെയാണ് സുഖപ്പെടുത്തിയത്? ഈശോ 4 രീതിയിലാണ് സുഖപ്പെടുത്തിയത്. ലോഗോ തെറാപ്പി, വചനത്താൽ ഈശോ സുഖപ്പെടുത്തി. 2, തൊട്ട് സുഖപ്പെടുത്തി. 3, തൊട്ടവർ സുഖം പ്രാപിച്ചു. 4, നിഴൽ വീണ് സുഖം പ്രാപിച്ചു. ഇനിയും 4 സുവിശേഷങ്ങൾ മറിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഈശോ 4 തരം അത്ഭുതങ്ങളാണ് പ്രവർത്തിച്ചത്. മരിച്ചവരെ ഉയർപ്പിച്ചു, പ്രകൃതിക്ക് അതീതമായ രോഗങ്ങൾ സുഖപ്പെടുത്തി, പിശാചുക്കളെ ബഹിഷ്കരിച്ചു, ശാരീരിക മാനസിക രോഗങ്ങൾ സുഖപ്പെടുത്തി. ഇനിയും കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോൾ ഈ സുഖപ്പെട്ട വ്യക്തികൾക്ക് 4 കാര്യങ്ങളുണ്ട്. അവർ വിശ്വസിച്ചു, വിശുദ്ധീകരിച്ചു, വിളിച്ചപേക്ഷിച്ചു, വിധേയപ്പെട്ടു. അപ്പോൾ വളരെ ക്ലിയറാണ്. എല്ലാം 4 തലങ്ങളിലാണ്. വചനത്താൽ സുഖപ്പെടുത്തുന്നു, തൊട്ട് സുഖപ്പെടുത്തുന്നു, തൊടുന്നവർ സുഖം പ്രാപിക്കുന്നു, നിഴൽ വീണ് സുഖം പ്രാപിക്കുന്നു. വീണ്ടും രോഗസൗഖ്യം 4 തലങ്ങൾ. പിശാചുക്കളെ ഉച്ചാരണം ചെയ്യുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, പ്രകൃതിക്ക് അതീതമായ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, ശാരീരിക മാനസിക രോഗങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ: വിശ്വസിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു, വിളിച്ചപേക്ഷിക്കുന്നു, വിധേയപ്പെടുന്നു. ഇനി നമുക്ക് കർത്താവിൻ്റെ അധികാരത്തിലേക്ക് പോകാം. ദ പവർ ഓഫ് ജീസസ്. ഈ പവർ ഓഫ് ജീസസ് മനസ്സിലായാലേ ഈ സൗഖ്യദായകനായ ഈശോയുടെ സ്പർശനത്തെക്കുറിച്ചും അതിൻ്റെ ദർശനത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യേശുവിന് 10 മേഖലകളിൽ അധികാരമുണ്ട്. ഇന്ന് പലതരം രോഗങ്ങളുണ്ട്. ഒന്നാമത്തെ രോഗം ശുദ്ധീകരണ രോഗമാണ്. ഇത് ദൈവം കനിഞ്ഞ് നൽകിയേക്കണ ശുദ്ധീകരണ രോഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് പറ്റാത്തതാണെങ്കിലോ അത് ഛർദ്ദിച്ചു പോകും, അല്ലെങ്കിൽ വിസർജിച്ചു പോകും. അതിനെയാണ് ശുദ്ധീകരണ രോഗം എന്ന് പറയുന്നത്. ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ കൃപയാണ്. പറ്റാത്തത് പുറന്തള്ളും,
രണ്ടാമത്തേത് സ്വാഭാവിക രോഗം. അതായത് നമ്മൾ മഴ കൊണ്ട് കഴിഞ്ഞാലോ പനി വരും, തല തുവർത്തിയില്ലെങ്കിലോ പനി വരും, വലിയ വെയിലിൽ പോയാലോ തലവേദന വരും, പൊടിയുള്ള സ്ഥലത്ത് നമ്മൾ പോയാലോ തുമ്മൽ വരും. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന മറ്റൊരു കൃപയാണ് സ്വാഭാവിക രോഗം. അടുത്ത രോഗം ആന്തരിക രോഗമാണ്. ആന്തരിക രോഗം എന്ന് പറയണത് നമുക്കിപ്പോൾ ആന്തരിക സൗഖ്യ പ്രാർത്ഥനയെല്ലാം ഉണ്ടല്ലോ. ആന്തരിക രോഗം എന്ന് പറയണത് നമ്മൾ അമ്മയുടെ ഉള്ളിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശൈശവത്തിൽ ഒക്കെ കിട്ടുന്ന ചില അസുഖങ്ങളാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞോട്ടെ. മുണ്ടഞ്ചേരി അച്ഛനോടൊപ്പം ഒരു ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ അവിടെ വന്ന ഒരു സ്ത്രീ, അവർക്ക് 2 പിള്ളേരുണ്ട്, ആൺപിള്ളേരാണ്, ചെറുപ്പം തുടങ്ങിയ ആസ്മ രോഗിയാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു, മകളെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു വാട്ടർ ടാങ്കിൽ നിന്ന് ഇങ്ങനെ കുമിള വരുന്നത് കാണുന്നുണ്ടല്ലോ. പെട്ടെന്ന് ഈ സ്ത്രീ വലിയ വായിൽ കരഞ്ഞു. അച്ഛൻ ചോദിച്ചു, നീ എന്താ കരഞ്ഞത്? അച്ഛാ, ഇത്രയും നാളും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ ആസ്മ രോഗത്തിൻ്റെ റൂട്ട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അച്ഛൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായി. ഇപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ആസ്മ വരാൻ കാരണം. എൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയാണ് അച്ഛാ. ചോദിച്ചു, എന്താണ്? എൻ്റെ അപ്പൻ നാട്ടിലെ പ്രമാണിയാണ്. ഞങ്ങൾക്ക് തെങ്ങും തോപ്പുണ്ട്, ഏക്കേഴ്സ് ഓഫ് ലാൻഡ്. അത് നനക്കുവാനായിട്ട് വാട്ടർ ടാങ്ക് ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ 12-13 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരൻ കളവ് ചെയ്തതിന് അപ്പൻ ചെയ്ത വലിയ ശിക്ഷ ഞാൻ കണ്ടു. അച്ഛൻ ചോദിച്ചു, എങ്ങനെ കണ്ടു? ഞാൻ പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ വൈകുന്നേരം കുളിച്ച് എൻ്റെ തലമുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇളം വെയിലത്ത് ഉലാത്തുമ്പോൾ കരച്ചിൽ കേട്ടു. ഞാൻ നോക്കുമ്പോൾ സത്യസന്ധനെന്നും നല്ല മനുഷ്യനെന്നും കരുതിയിരുന്ന എൻ്റെ അപ്പൻ ചെയ്യുന്ന അകൃത്യം ഈ ജോലിക്കാരൻ കളവ് ചെയ്തതിന് അവനെ വാട്ടർ ടാങ്കിൽ മുക്കി പിടിച്ച് ശ്വാസം മുട്ടിച്ച് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നതാണ്. ഞാനത് കണ്ടു വച്ചാ. അവനെ പലവട്ടം മുക്കി പിടിക്കുമ്പോൾ ഇങ്ങനെ കൊമള വരും വച്ചാ. പക്ഷെ എനിക്ക് കരയാൻ പറ്റുമോ, വിളിക്കാൻ പറ്റുമോ? എൻ്റെ അപ്പനല്ലേ, നാട്ടുകാരറിയില്ലേ? ആ ശ്വാസം മുട്ടൽ എനിക്ക് കിട്ടിയച്ചാ. ഇപ്പോൾ മനസ്സിലായി എൻ്റെ മക്കൾക്ക് ശ്വാസം മുട്ടൽ വരാൻ കാരണം. അച്ഛൻ കൈവച്ച് അനുഗ്രഹിച്ചു. പിന്നീട് ഒരിക്കലും ആ പിള്ളേർക്ക് ഈ അസുഖം ഉണ്ടായിട്ടില്ല. അപ്പം കടലിലെ ക്ഷോഭം തീരമറിയുന്നത് പോലെ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സകല ഫീലിങ്സും മക്കൾക്ക് കിട്ടും. അതുകൊണ്ടാണല്ലോ കാർന്നവന്മാരായിട്ട് രാത്രി പിള്ളേർ കരഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടായാൽ അച്ഛന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയും. അച്ഛ, രാത്രി കുട്ടി കരയുന്നു, അല്ലെ അവന് ഈ സിദ്ധാന്തം അതെന്ന് പറയുമ്പോൾ ഞങ്ങൾ കൈവച്ചിട്ട് ഈ മേഖലകളിലാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ ആന്തരികമായ പ്രശ്നങ്ങൾ ചിലപ്പോൾ അബോർട്ട് ചെയ്യാനായിട്ട് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞിനെ വേണ്ടെന്ന് വയ്ക്കുന്നു. ഇതെല്ലാം അഫക്റ്റ് ചെയ്യും. അതിനാണ് ആന്തരിക സൗഖ്യ പ്രാർത്ഥന. ഇപ്പം ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ അസുഖം, ഒന്നാമത്തെ ശുദ്ധീകരണ രോഗം, സ്വാഭാവിക രോഗം, ആന്തരിക രോഗം. നാലാമത്തേത് പൈശാചിക രോഗമാണ്. പൈശാചിക രോഗമുണ്ട്. അത് ബൈബിളിലുണ്ടല്ലോ. ബൈബിളിൽ താബോറിൽ നിന്ന് താഴെ വരുമ്പോൾ പിശാച് ബാധിച്ച ഒരുത്തൻ, ഗരസേനയുടെ നാട്ടിൽ ലെഗിയോൻ, വീണ്ടും ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്ന പിശാച് ബാധിതരായിട്ടുള്ള വ്യക്തികൾ. ബൈബിളിൽ പിശാച് ബാധിച്ചിട്ടുള്ള ഒത്തിരി വ്യക്തികളെ കാണാൻ സാധിക്കും. ഇപ്പോൾ പൈശാചിക രോഗമുണ്ട്. ഞങ്ങളുടെ സഭയിൽ ഒരു സക്കറിയാസ് അച്ഛനുണ്ട്. സെമിനാരിൽ പഠിപ്പിക്കുന്ന അച്ഛനായിരുന്നു. പ്രത്യേകിച്ച് എക്സോർസിസത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞൊരു ചെറിയൊരു ഉദാഹരണം പങ്കുവയ്ക്കാം. അപ്പം എക്സോർസിസം നടത്തണമെങ്കിൽ, ഡെലിവറൻസ് നടത്തണമെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഇടവകയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ മെത്രാനച്ഛൻ്റെ അനുവാദം, വികാരിച്ചൻ്റെ അനുവാദം വേണം. പിന്നെ നടത്തുന്ന ആൾ ഒരുങ്ങുകയും വേണം. അങ്ങനെ അനുവാദത്തോടുകൂടി ഞങ്ങളുടെ അച്ഛൻ കൊല്ലത്ത് കമ്പിവിള കൊട്ടിയം ആശ്രമത്തിലാണ്. അച്ഛനെ വിളിച്ചു. അച്ഛൻ എറണാകുളം ബോട്ട് ജെട്ടിയിൽ വന്നു. അന്ന് ഗോശ്രീപാലമില്ല, വൈപ്പിൻകരയിൽ വന്ന ഉടനെ അച്ഛന് കരിക്ക് വെട്ടിയിട്ട് കൊടുത്തു. പക്ഷേ കരിക്കിന് നാസ്റ്റി സ്മെൽ, ഡേർട്ടി സ്മെൽ. അപ്പോൾ ഈ കുട്ടി അലമുറയിടിയൻ. നമുക്കറിയാലോ ബൈബിളിൽ ജനമല്ല കർത്താവിനെ തിരിച്ചറിയുന്നത്, പിശാചാണ്. അപ്പോൾ ഇവളിങ്ങനെ അച്ഛൻ വന്നിട്ട് അലമുറയിടണേ, ഷീ സ്ക്രീമിങ്. അച്ഛൻ ഉടനെ ഈ പെൺകുട്ടിയുടെ പിതാവിന് ചോദിച്ചു, ഇവളെത്രയിലാണ് പഠിക്കുക? 10ാം ക്ലാസ്സിൽ. ഏതെല്ലാം ഭാഷ അറിയാം? ഇംഗ്ലീഷും ഹിന്ദിയും മലയാളം അറിയാം. പിശാച് ബാധയാണോ എന്നറിയാൻ അച്ഛൻ ലത്തീൻ ഭാഷയിൽ അവളോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? ലത്തീൻ പഠിക്കാത്ത ഈ കുട്ടി ശുദ്ധമായ ഭാഷയിൽ അവൾ ലത്തീൻ ഭാഷയിൽ പറഞ്ഞു, എൻ്റെ പേര് മോളി എന്നാണ്. ഞെട്ടിപ്പോയി. മാത്രമല്ല പിശാച് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കറിയാം നീ ദാവീദിൻ്റെ പുത്രനാണെന്നറിയാം, ദൈവപുത്രനാണെന്നറിയാം എന്ന് പറഞ്ഞതുപോലെ
അവൾ അച്ഛനോട് പറയാൻ, ഒഴിപ്പിക്കാൻ വന്നിരിക്കുന്നു, രാവിലെ കുർബാന അർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയും ചൊല്ലിയിട്ടില്ലെന്ന്. സക്രിയാസച്ചൻ ഞങ്ങളോട് പറയുമായിരുന്നു, 4 മണി നേരത്തെ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി ട്രെയിനിന് വരുമ്പോൾ എങ്ങനെയാണ് കുർബാന അർപ്പിക്കുക? അപ്പോൾ അച്ഛൻ കുർബാന അർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് അച്ഛന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. ഇത് ആര് വിളിച്ചു പറഞ്ഞു? പിശാച് വിളിച്ചു പറഞ്ഞു. പിന്നീട് അച്ഛൻ അത് അവരുടെ കുടുംബത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. ഏകദേശം 1 വർഷമെടുത്തു ആ കുട്ടീനെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പൈശാചിക രോഗം. അടുത്തത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള രോഗമുണ്ട്. അപ്പോൾ 5 തലങ്ങളാണ്: ശുദ്ധീകരണ രോഗം, സ്വാഭാവിക രോഗം, ആന്തരിക രോഗം, പൈശാചിക രോഗം. അടുത്ത രോഗത്തിൻ്റെ പേരാണ് നമ്മൾ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു അന്ധനായ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ചോദിച്ചത്, ആരുടെ പാപം നിമിത്തമാണ് ഇവൻ ഈ രോഗിയായത്? കർത്താവ് പറഞ്ഞാൽ ആരുടെയും പാപമല്ല, അത് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അൽഫോൺസാമ ക്ഷയരോഗിയായിരുന്നല്ലോ, ചെറുപുഷ്പൻ രോഗിയായിരുന്നു, പാതിരപ്പിയോ. അപ്പോൾ ഇതൊക്കെ ദൈവം അനുവദിക്കുന്നതാണ് ഈ രോഗങ്ങളെല്ലാം. ജോബ്, തോബിത്ത്, ഇതൊക്കെ നമുക്കറിയാം. ഇപ്പം നമ്മുടെ തന്നെ വീട്ടിലറിയാമല്ലോ. ചില ആൾക്കാർ പറയാം, അച്ഛാ ഈ രോഗം വന്നപ്പോഴാണ് വചനം വായിക്കാൻ തുടങ്ങിയത്, ഇത് വന്നപ്പോഴാണ് വാസ്തവത്തിൽ കർത്താവിനെ ഞാൻ അനുഭവിച്ചത്. അപ്പോൾ ദൈവം ചിലപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് ഉന്തിയിടുന്നത് സാവൂട് പൗലോസാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓർക്കുക, നമ്മുടെ വീട്ടിൽ ചിലതൊക്കെ കർത്താവ് അനുവദിക്കുന്നുണ്ട്. മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണപ്പോഴാണ് ഇവൻ വചനം വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണത് നന്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. ഇനി വീണ്ടും നമ്മുടെ സ്ട്രീം ഓഫ് തോട്ടിലേക്ക് പോവുകയാണ്. കർത്താവിൻ്റെ അധികാരം. അപ്പോൾ അധികാരം പറഞ്ഞ മുമ്പ് ഞാനിതൊന്ന് നിങ്ങൾക്കൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇട്ടതാണ്. അപ്പം ഈ അധികാരം പറയുമ്പോൾ രോഗങ്ങൾ 5 തരമുണ്ട് ഞാൻ പറഞ്ഞു. ഒന്നാമത്തേത് ഗുണത്തിൻ്റെ മേൽ അധികാരം. യോഹന്നാൻ 2:1-11. കാനായിലെ കുടുംബത്തിലെ വെറും പച്ചവെള്ളത്തെ ഈശോ നിറവും മണവും രുചിയുള്ളതാക്കി മാറ്റി. അപ്പോൾ ഇത് ഈ സാക്രമെൻറ്റിൻ്റെ ഒരു സൂചനയാണ്. അതായത് വെഞ്ചരിപ്പ് കർമ്മം. ഈശോ വാഴ്ത്തിയപ്പോൾ ആശീർവദിച്ചപ്പോൾ വെള്ളം നിറവും മണവും രുചിയുള്ളതായി തീർന്നതുപോലെ ആശീർവാദ കർമ്മം, വെഞ്ചരിപ്പ് കർമ്മമാണ് ഈ ഗുണത്തിന്. അച്ഛന്മാരെ വിളിക്കുന്നു, മെത്രാനെ വിളിക്കുന്നു, വൈദികരെ വിളിക്കുന്നു. വെഞ്ചരിപ്പ് കർമ്മം, തറക്കല്ലിടാൻ, വീട് വെഞ്ചരിക്കാൻ, അതുപോലെ തന്നെ നമ്മൾ രൂപം വെഞ്ചരിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് വെഞ്ചരിക്കാൻ. പാഠപുസ്തകം, പേന, പെൻസില്, വെഞ്ചരിപ്പ്. ഇപ്പോൾ ഗുണം നൽകും. 2, അകലങ്ങളുടെ മേലധികാരം. യോഹന്നാൻ 4:43-50. ഈശോ വരേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് ശാലോം TV-യിലേക്ക് പ്രാർത്ഥന അയക്കുന്നത്? അല്ലെങ്കിൽ പ്രാർത്ഥനാ സഹായം ചേർത്ത് മെയിൽ വിടാറുണ്ടല്ലോ, വിളിച്ചു പറയാറുണ്ടല്ലോ. കാരണം ഈ അകലങ്ങളുടെ മേലുള്ള അധികാരമാണ്. കർത്താവ് 3 പേരെ അകലങ്ങളിലായിട്ടുള്ളവരെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ശതാധിപൻ്റെ ഭൃത്യൻ, രാജസേവകൻ്റെ മകൻ, കാനാൻകാരുടെ മകൾ. 3 പേരും അകലെയാണ്. ഒരു വാക്കരുൾ ചെയ്താൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും, എൻ്റെ മകൻ സുഖം പ്രാപിക്കും, എൻ്റെ മകൾ സുഖം 3 പേര് സുഖം പ്രാപിച്ചു. അതവിടെ നിൽക്കട്ടെ. മോനിക്കാമ്മയുടെ ചരിത്രം അറിയാലോ. സഭയിലെ ക്ലാസിക്കലായിട്ടുള്ള ഉദാഹരണമാണ്. മോനിക്കാമ്മ, ഭർത്താവ് പട്രീഷ്യസ് മദ്യപാനി, മകൻ അഗസ്തീനോസ് ബുദ്ധിരാക്ഷസൻ. അമ്മ പ്രാർത്ഥിച്ചപ്പോൾ അംബ്രോസ് പുണ്യാളച്ചൻ എന്താ പറഞ്ഞത്? നിന്റെ കണ്ണുനീരിൻ്റെ പുത്രൻ മാനസാന്തരപ്പെടും. പെട്ടില്ലേ? അപ്പോൾ ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന, ഇതാണ് കുടുംബ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അകലങ്ങളുടെ മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ചെറിയ ഒരു ഉദാഹരണം പറയാം. വല്ലാർപാടം പള്ളി എല്ലാവർക്കും അറിയാം. അവിടെ 2-ാം ശനിയാഴ്ച രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ 2 ചേച്ചിമാർ ഓടി വന്ന് കരയാണ്. ഞങ്ങളുടെ അനുജത്തി ലണ്ടനിലാണ്, അവൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് പ്രാർത്ഥിക്കണ അച്ഛ, ക്രിട്ടിക്കലാണ്, വെന്റിലേറ്ററിൽ മാറ്റുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 8.5 മണിക്കൂർ വ്യത്യാസമുണ്ട് കേരളവും ലണ്ടനും UK തമ്മിൽ. ഇവിടെ പ്രാർത്ഥന നടന്നു, എല്ലാവരോടും പറഞ്ഞു 2 ചേച്ചിമാർ കരഞ്ഞുകൊണ്ട് നിൽക്കുക, അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കണം. രോഗശാന്തി പ്രാർത്ഥന നടന്നപ്പോൾ അകലങ്ങളുടെ മേൽ അധികാരമുള്ള ഈശോയുടെ നാമത്തിൽ എല്ലാവരും കരങ്ങൾ ഉയരട്ടെ. ഞങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. രാത്രി, അന്ന് അന്നമനട ചാലക്കുടി ആശ്രമത്തിൽ രാത്രി ആ ആസ്പത്രിയിൽ നിന്ന് ഈ സ്ത്രീയുടെ ഭർത്താവ് വിളിച്ചിരിക്കുക, അച്ഛാ നിങ്ങൾ പ്രാർത്ഥിച്ച 12:15 മണി, ഇന്ത്യൻ ടൈം 12:15 മണി, ഇവിടെ 8.5 മണിക്കൂർ ഫാസ്റ്റാണ്. ഭാര്യ പെട്ടെന്ന് കണ്ണു തുറന്നു, ആരാണ് എന്നെ തൊട്ടതെന്ന്. ഡോക്ടർ ചോദിച്ചു, നോബഡി, ആരും തൊട്ടില്ല. 3 പ്രാവശ്യം എന്നെ തൊട്ടു. ആര് തൊട്ടു? കർത്താവ് തൊട്ടു. അവർ സുഖം പ്രാപിച്ചു. പിന്നീട് അവർ വന്ന് സാക്ഷ്യപ്പെടുത്തി. ഇനി ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ, അച്ഛൻ വൈദികനും കൂടി, ഈസ് എ ഡോക്ടർ ആസ് വെൽ ആസ് എ പ്രീസ്റ്റ്.
അദ്ദേഹം പറഞ്ഞ മനോരമയിലുണ്ടായിരുന്ന ആ ആർട്ടിക്കിൾ. അദ്ദേഹം അവിടെ സൈക്കിളല്ലാതെ വേറെ ഒന്നും ഓടിക്കാൻ പറ്റില്ല, മോട്ടോർ സൈക്കിളല്ല, വെറും സൈക്കിൾ. മാസത്തിലൊരിക്കൽ അദ്ദേഹം ടൗണിൽ പോയി പ്രൊവിഷൻസ് മേടിച്ചുകൊണ്ട് വരും. വരുന്ന വഴി 2 ആഫ്രിക്കക്കാർ തമ്മിൽ അടിപിടി കൂടി ഒരാളെ കുത്തി മറിച്ചിട്ടിട്ട് പോയി. ഡോക്ടർ ആയതുകൊണ്ട് മുറിവെല്ലാം വെച്ച് കെട്ടി അദ്ദേഹം പോയി. പിറ്റേ മാസം വന്നപ്പോൾ ഈ വ്യക്തി അച്ഛൻ്റെ കാലിൽ കെട്ടി വീണ് കരയുകയാണ്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ചോദിച്ചു, അന്ന് മുറിവേറ്റവനല്ലേ? അതെ. നീ എന്തിനാ മാപ്പി ചോദിക്കണത്? അതെ അച്ഛോ, അച്ഛൻ എനിക്ക് നന്മ ചെയ്തെങ്കിലും എൻ്റെ ഉള്ളിൽ തിന്മയാണ് ഉണ്ടായത്. അച്ഛൻ്റെ സൈക്കിൾ നിറയെ ഭക്ഷണം, വസ്ത്രം, ഇത് കണ്ടപ്പോൾ ഞങ്ങൾ പട്ടിണിയാണ്. അച്ഛനെ കൊന്നിട്ട് അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. അച്ഛൻ തനിച്ചാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ 5 പേരെയും കൂട്ടി അച്ഛനെ കൊല്ലാൻ വന്നതാണ്. അപ്പോൾ അച്ഛൻ തനിച്ച് കിടന്നുറങ്ങുന്നു. ക്യാമ്പ് ഫയർ, ചുറ്റും 26 പേര് ആയുധം പിടിച്ച് നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടുവച്ചു. നിനക്ക് തോന്നിയതാണ്, ഞാനും ഉപദേശിയും മാത്രമേ പകലുള്ളൂ, രാത്രി ഈ തീയും ഞാനും മാത്രമേ ഉള്ളൂ. ഇല്ലച്ചോ, ഞാൻ കണ്ടതാണ്, എൻ്റെ കൂടെയുള്ളവർ കണ്ടതാണ്. ഓക്കെ, നീ ഒന്നും ചെയ്തില്ലല്ലോ. ഈ അച്ഛൻ അവധിക്ക് അമേരിക്ക ചെന്നു. ആഫ്രിക്കയിൽ രാത്രി, അമേരിക്കയിൽ പ്രഭാതത്തിൽ ഇതുപോലെ ആംബിറ്റിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അച്ഛൻ ഇത് പറഞ്ഞപ്പോൾ പള്ളിയിൽ ഒരാൾ ചാടി എഴുന്നേറ്റു. സോറി ഫാദർ, ലെറ്റ് മീ ഇൻറ്ററപ്റ്റ് യുവർ സെർമൺ. അച്ഛൻ്റെ പ്രസംഗം ഞാൻ നിർത്തിക്കോട്ടെ. അച്ഛൻ ചോദിച്ചു, വാട്ട്സ് ഹാപ്പനിങ്? അയാൾ പറഞ്ഞു, അച്ഛാ, അമേരിക്കയിൽ നിന്ന് പ്രഭാതമായിരുന്നു, ആഫ്രിക്ക രാത്രിയായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച ദിവസമാണ്. എന്നോടൊപ്പം പ്രാർത്ഥിച്ച ആൾക്കാർ കൈ ഉയർത്ത്. അച്ഛൻ എണ്ണിയപ്പോൾ 26 പേര്. അപ്പം അച്ഛനെ കൊല്ലാൻ വന്നപ്പോൾ ആരെയും കണ്ടത്? നാട്ടിലിരുന്ന് പ്രാർത്ഥിച്ച 26 പേരുടെ പ്രാർത്ഥനയാണ്. അപ്പം അകലങ്ങളുടെ മേലധികാരം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ കണ്ണടച്ച് കളയേണ്ട കാര്യമല്ല. 3 പവർ ഓവർ ടൈം. യോഹന്നാൻ 5:1-8. സമയത്തിലേക്ക് കടന്നു വരുന്നത് ആരാ? ഈശോയുടെ ജനനവും മരണവും ആധാരമാക്കിക്കൊണ്ടല്ലേ ലോകചരിത്രം എഴുതി വെച്ചേക്കുന്നത്. BC and AD. ഒരു നിരീശ്വരവാദി അവന് ഈശോയെക്കുറിച്ച് പറയാതെ ചരിത്രം പറയാൻ പറ്റുമോ? ഒരു നിരീശ്വരവാദി അവന് BC എന്ന് AD എന്ന് പറയാതെ ചരിത്രം പറയാൻ പറ്റുമോ? എന്ന് വെച്ചാൽ എന്താണ്? നിരീശ്വരവാദി പോലും ഈശോയുടെ നാമം പറയുന്നില്ലേ? സമയത്തിലേക്ക് കടന്നു വരുന്ന ഈശോയാണ്. 38 വർഷം പഴക്കമുള്ള രോഗം ബെത്സയിദാക്കുളം, 18 വർഷം കൂനിയായ സ്ത്രീ, 12 വർഷം രക്തസ്രാവ രോഗം. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ കർത്താവ് മാറ്റിത്തരും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ തലവേദന മാറ്റിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ കയ്യിൽ സൊറിയാസിസ് പോലത്തെ അസുഖം ഉണ്ടായി, മാറ്റി തന്നു കർത്താവ്. കർത്താവ് മാറ്റിത്തരും. പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. പവർ ഓവർ സിൻ, വെരി ഇമ്പോർട്ടൻറ്റ്. പാപത്തിൻ്റെ മേലധികാരം. ലൂക്ക 5:17. പാപശാന്തി നൽകിയിട്ടാണ് ഈശോ രോഗശാന്തി നൽകിയത്. പാപം ചെയ്തിട്ട് മറന്നു കളയാം, ഒളിച്ചു വയ്ക്കാം, കള്ളക്കുമ്പസാരം നടത്താമെന്ന് കരുതേണ്ട കേട്ടോ. ഗൗരവമുള്ള പാപം ചെയ്തിട്ട് പറയാത്തിടത്തോളം കാലം നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിനും ഗതി പിടിക്കില്ല. അതാണ് മറിയക്കുട്ടി കൊലക്കേസ്. എന്ന് ഈ കൊല ചെയ്ത വ്യക്തികൾ ഏറ്റു പറഞ്ഞോ, അന്നാണ് ഐശ്വര്യം ഉണ്ടായത്. ഇതുപോലെ ഒരുപാട് ഉദാഹരണം പറയാനുണ്ട്. സമയത്തിൻ്റെ പരിമിതി എൻ്റെ നാവിന് കടിഞ്ഞാനിടുന്നു. നമ്മൾ നല്ല കുമ്പസാരം നടത്തണം. തളർവാദ രോഗിയെ മേൽക്കൂര പൊളിച്ച് കൊണ്ടുവന്നപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നിന്റെ പാപങ്ങൾ മോഹിച്ചിരിക്കുന്നു, കിടക്കയും എടുത്തുകൊണ്ട് നടന്നു പോവുക. അപ്പോൾ അവൻ്റെ അവൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്താണ്? അവൻ്റെ പാപം. 38 വർഷം കിടന്നവനോട് എന്താണ് ഈശോ പറഞ്ഞത്? ഇതിനേക്കാൾ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, നല്ല കുമ്പസാരം നടത്തണം. അതുകൊണ്ടാണ് ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയിട്ട് 2-3 ദിവസം മാത്രമേ ഇരിക്കുന്നുള്ളൂ. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് വരാൻ കാരണം എന്താണ്? അവിടെ ചെന്ന് പാപത്തിൻ്റെ വിഴിപ്പ് കഴുകിയിട്ടെങ്ങ വരുന്നത്. പക്ഷെ ഫോളോ അപ്പ് വേണം കേട്ടോ. അടുത്തത് പവർ ഓവർ നേച്ചർ. യോഹന്നാൻ 6:16-24. പ്രകൃതിയുടെ മേലധികാരം. കടലിന് മുകളിലൂടെ നടന്നു പോയത് ആരാ? കാറ്റിനെ ശാന്തമാക്കിയത് ആരാ? ഈശോ. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലെ ക്ഷുദ്രജീവികൾ, പാമ്പ് ശല്യം, പല്ലി ശല്യം, എലി ശല്യം, ഉറുമ്പ് ശല്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പ്രാർത്ഥിക്കുക, മാറും. എനിക്കതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. കർത്താവ് മാറ്റും. വീണ്ടും പവർ ഓവർ സൈറ്റൻ. മാർക്കോസ് 5:1-20. പിശാചുക്കളുടെ മേൽ അധികാരം. ഇത് അച്ഛന്മാർക്ക് കൊടുത്തേക്കണ, അഭിഷിക്തർക്ക് കൊടുത്തേക്കണ ഒരു അഭിഷേകമാണ് ഈ എക്സോർസിസം, ഡെലിവറൻസ് പ്രെയർ എന്നൊക്കെ പറഞ്ഞത്. അത് നന്നായിട്ട് ഒരുങ്ങണം. പ്രായശ്ചിത്വമൊക്കെ കൊണ്ട് മാത്രമേ അത് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡെലിവറൻസ് പ്രെയർ എന്നൊക്കെ പറഞ്ഞ് നിസ്സാര കാര്യമൊന്നുമല്ല. അതിന് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഞാനത് ഈ 30 വർഷത്തിൽ ഡെലിവറൻസ് പ്രെയറിന് പോയപ്പോഴൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം പോയിട്ടൊരു 100 പേര് കൂടി തല്ലിയതിൻ്റെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോയപ്പോൾ പിന്നീട് നീണ്ടൊരു അസുഖത്തിന് ഇരയായി മാറിയൊക്കെ ഓർക്കുകയാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. നന്നായിട്ട് നമ്മൾ ഒരുങ്ങണം. പവർ ഓവർ ലൈഫ്.
യോഹന്നാൻ 11:11. ജീവൻ്റെ മേൽ അധികാരം, ആയുസ് നീട്ടിത്തരുന്ന ആരാ? അതിനാണ് രോഗീലേപനം. എടാ, കർത്താവിൻ്റെ പവർ നോക്കിയേ, കർത്താവിൻ്റെ പവർ നോക്കിയേ. നമുക്ക് ആയുസ് നീട്ടിത്തരും. ഞാൻ ഇന്നും ഓർക്കുന്നത് എറണാകുളത്തുള്ള PVS ആസ്പത്രിയിൽ രോഗീലേപനം കൊടുത്തൊരു രോഗി, 5 മക്കളുണ്ട്. അവരെന്നോട് പറഞ്ഞതെന്ന് പറയാം, ആച്ചാ മരിക്കാൻ വേണ്ടിയുള്ള രോഗീലേപനം കൊടുക്കാൻ. കാരണം ഡോക്ടർ പറഞ്ഞു ഹി വിൽ ഡൈ, ഷുവർലി ഹി വിൽ ഡൈ, ഡെഫിനറ്റ്ലി ഹി വിൽ ഡൈ. എന്നിട്ട് ഇവർ പറഞ്ഞത് എന്താണ്? മരിക്കാൻ വേണ്ടിയിട്ടുള്ള രോഗീലേപനം കൊടുക്കാൻ. നമ്മുടെ ലിറ്റർജിയിൽ അങ്ങനെ പ്രാർത്ഥനയുണ്ട്, നല്ല മരണത്തിന് വേണ്ടി. ഞാനത് ചെയ്തിട്ട് പോന്നു. പിറ്റേ മാസം നൊവേന കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അവിടെയുള്ള റെക്ടറേഷൻ ചോദിക്കുകയാണ്, നെൽസൺ ചോദിച്ച കഴിഞ്ഞ പ്രാവശ്യം ഒരു രോഗിക്ക് രോഗീലേപനം കൊടുത്തില്ലേ? ഞാൻ ഉടനെ ചോദിച്ചു, ആളടിച്ചു പോയാന്ന് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ ചോദിച്ചു, ആളടിച്ചു പോയാ? ഇല്ല, അദ്ദേഹവും മക്കളെല്ലാവരും കൂടി വന്ന് അന്തോണി രാജന് പൂമാലയിട്ടിട്ട് പോയിന്ന്. ഇമ്പോസിബിൾ. ഞാൻ പറഞ്ഞു ഇമ്പോസിബിൾ, നോ പോസിബിൾ. അവർ വന്നിട്ട് പോയിന്ന്. നോക്കി, ആയുസ് നീട്ടിത്തരും. എൻ്റെ അപ്പൻ 13 പ്രാവശ്യം രോഗീലേപനം സ്വീകരിച്ചാൽ അപ്പൻ എന്നോട് പറയുമായിരുന്നു, വികാരിയച്ഛനെ വിളിച്ച് രോഗീലേപനം സ്വീകരിച്ചാൽ 3 മാസം നല്ല സുഖമാണെന്ന് എൻ്റെ അപ്പൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രോഗീലേപനത്തിന് പോകുമ്പോൾ തമാശയൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ച് പറയും, എൻ്റെ അപ്പച്ചൻ 13 വർഷം ജീവിച്ചു. അപ്പച്ച പേടിക്കണ്ട കേട്ടോ. പേടിയാണല്ലോ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പണ്ട് ഡയലോഗ് എന്താണ്? തോമസ് ചേട്ടന് ഒട്ടുക്കത്തെ കൊടുത്തേക്കണമെന്നല്ലേ പറഞ്ഞാൽ. തോമസ് ചേട്ടന് ഒട്ടുക്കത്തെ കൊടുത്തേക്കണം. ഇപ്പം തന്നെ ബോർഡിംഗ് പാസ് എടുത്ത് കിടക്കുന്ന പോലെയാണ്. അപ്പം സൗഖ്യപ്പെടുന്ന കുതാശ. അടുത്തത് പവർ ഓവർ നമ്പേഴ്സ്, അക്കത്തിൻ്റെ മേൽ അധികാരം. 5 കൊണ്ട് 5000 പേർക്ക്, 7 കൊണ്ട് 4000 പേർക്ക് മിച്ചം വരികയാണ്. അപ്പം മെസ്സിയാനിക് അഫ്ലുവൻസ് ഉണ്ട്. കർത്താവിനെ പിടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെ ഉയർത്തും. സമ്പത്ത് തരുന്നത് കർത്താവാണ്. ഒന്നുമില്ലാത്ത വലയിൽ 153 വലിയ മത്സ്യം. ഇനി പവർ ഓവർ മിസ്ഫോർച്യൂൺ, ദൗർഭാഗ്യത്തിന് മേൽ അധികാരം. ജന്മന അന്ധരായവരെ മുടന്തരായവരെ സുഖപ്പെടുത്തി. ഇന്നെന്താണ്? ഉടനെ MRI എടുക്കുക, അല്ലെങ്കിൽ സ്കാൻ ചെയ്യുക, ഉടനെ തന്നെ അബോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഇന്ന്. മറിച്ച് ഓർക്കുക, പെട്ടെന്ന് അവിവേകം ചെയ്യല്ലേ. ഡോക്ടർ പറഞ്ഞു കൺസൾട്ട് ചെയ്യ്, എന്നിട്ട് കർത്താവിൽ ആശ്രയിക്കുക. കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ ഇടപെടും. ഈ 30 വർഷത്തിനുള്ളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു 5 ഡോക്ടേഴ്സും പറഞ്ഞ കേസ് അബോർട്ട് ചെയ്യേണ്ടി വന്നില്ല, ആശ്രയിച്ചതാണ്. അപ്പോൾ കർത്താവിന് വിട്ടുകൊടുക്കുക, നിങ്ങൾ അത്ഭുതം കാണും. സങ്കീർത്തനം 37. നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവിന് ഭരവേൽപ്പിക്കുക, നീ വിസ്മയം കാണും. അവസാനമായി ശാരീരിക മാനസിക രോഗങ്ങളുടെ മേൽ അധികാരം. ഞാനൊന്ന് ക്രോഡീകരിച്ചോട്ടെ. വചനം തിരുവചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് ക്രിസ്റ്റോതെറാപ്പി, ക്രിസ്തു ചികിത്സ എന്നുള്ള ചിന്താ വിഷയമാണ്. ഇന്ന് ഒരുപാട് രോഗങ്ങളുണ്ട്. നമുക്ക് ശുദ്ധീകരണ രോഗമുണ്ട്, സ്വാഭാവിക രോഗമുണ്ട്, ആന്തരിക രോഗമുണ്ട്, പൈശാചിക രോഗമുണ്ട്, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള രോഗമുണ്ട്. കർത്താവ് എങ്ങനെയാണ് സുഖപ്പെടുത്തിയത്? തൊട്ട് സുഖപ്പെടുത്തി, തൊട്ടവർ സുഖം പ്രാപിച്ചു, നിഴൽ വീണ് സുഖം പ്രാപിച്ചു. വീണ്ടും കർത്താവിൻ്റെ സൗഖ്യം എങ്ങനെയാണ്? പിശാചുക്കളെ സുഖപ്പെടുത്തുന്നു, പ്രകൃതിക്ക് അതീതമായ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, മരിച്ചവർ ഉയർപ്പിക്കുന്നു, ശാരീരിക മാനസിക രോഗം. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു പോയിന്റ് മറന്നു പോരുത്. സുഖം പ്രാപിച്ച വ്യക്തികളുടെ 4 പ്രത്യേകത: വിശ്വസിച്ചു, വിശുദ്ധീകരിച്ചു, വിധേയപ്പെട്ടു, അവർ വിളിച്ചപേക്ഷിച്ചു. ഒന്നുകൂടി പറയാം, അവർ വിശ്വസിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു, വിളിച്ചപേക്ഷിക്കുന്നു, വിധേയപ്പെടുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ 10 അധികാരമാണ് ഈശോയ്ക്കുള്ളത്. അപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ബൈബിളിൽ നിന്നുള്ള 10 അധികാരം: ഗുണത്തിൻ്റെ മേൽ, സമയത്തിൻ്റെ മേൽ, ദൂരത്തിൻ്റെ മേൽ, പാപത്തിൻ്റെ മേൽ, പ്രകൃതിയുടെ മേൽ, പിശാചുക്കളുടെ മേൽ, സമ്പത്തിൻ്റെ മേൽ, ജീവൻ്റെ മേൽ, ദൗർഭാഗ്യത്തിൻ്റെ മേൽ, ശാരീരിക മാനസിക രോഗങ്ങളുടെ അധികാരം. കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യദായകനായ ഈശോയെ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. രോഗസൗഖ്യത്തെക്കുറിച്ച് ഈ സമയത്ത് ആസ്പത്രിയിലിരുന്നും വീടുകളിൽ നിന്നും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, വേദന അനുഭവിക്കുന്ന ക്യാൻസർ രോഗികളെയും ശിരസ്സുടെയും കാൽപാദം വരെയുള്ള പല രോഗങ്ങളാൽ കഴിയുന്ന എല്ലാ മക്കളെയും ഈശോയെ, അകലങ്ങളുടെ മേൽ അധികാരമുള്ള ഈശോയെ, ഈ സമയത്ത് തൊട്ട് സുഖപ്പെടുന്നതിന് ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. വചനത്താലും സ്പർശനത്താലും രോഗികളെ സുഖപ്പെടുത്തിയ ഈശോയെ, ഗുണത്തിൻ്റെ മേൽ, സമയത്തിൻ്റെ മേൽ, ദൂരത്തിൻ്റെ മേൽ, പാപത്തിൻ്റെ മേൽ, പ്രകൃതിയുടെ മേൽ, ദൗർഭാഗ്യത്തിൻ്റെ മേൽ, ജീവൻ്റെ മേൽ, ശാരീരിക മാനസിക രോഗങ്ങളുടെ മേൽ അധികാരമുള്ള ഈശോയെ ആശീർവദിക്കണമേ. ആമേൻ.